നമ്മളിപ്പോൾ നിൽക്കുന്നത് കാനത്തൂർ എന്ന സ്ഥലത്താണ്. അതായത് കാസർഗോഡ് നിന്ന് നമ്മൾ അവിടുന്ന് ബസ് കയറി കഴിഞ്ഞാൽ കാനത്തൂർ വന്നിറങ്ങാം, കാസർഗോഡ്. ഇപ്പോൾ ഇവിടെ വന്നത് കളിയാട്ട മഹോത്സവം കാണാൻ വേണ്ടിയാണ്. കേരളത്തിൻ്റെ വടക്കേ അറ്റത്ത് കിടക്കുന്ന ബദിയടുക്ക മുതൽ നമ്മൾ കണ്ണൂർ വരെയുള്ള സ്ഥലങ്ങളിലാണ് ഈ നേർച്ചയും ഈ ആചാരവും ഈ തെയ്യവും കാണാൻ പറ്റുള്ളൂ. അപ്പോൾ കാണാത്തവർക്ക് ഇത് ഒന്ന് ഷെയർ ചെയ്യുകയാണെങ്കിൽ നന്നായിരിക്കും. നമ്മുടെ തെക്കൻ ജില്ലകളിൽ ഇത് കാണാനുള്ള കലാരൂപമല്ല. ആ കാണുന്ന വഴിക്കാണ് നമ്മളിങ്ങോട്ട് പോകുന്നത്. ഒരു ചെറിയൊരു ഗ്രാമമാണ്. പക്ഷേ ഈ അമ്പലത്തിലെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വളരെ പ്രശസ്തമായ തെയ്യങ്ങൾ ആടുന്ന ഒരു സ്ഥലമാണ്. നല്ല ഒരു ഗ്രാമീണ ഭംഗിയൊക്കെ ഉള്ള ഒരു സ്ഥലമാണ്. ആ ടൗണിൽ നിന്നൊക്കെ വിട്ട് അല്പം അകത്തേക്ക് കയറി ആണ് ഈ സ്ഥലമുള്ളത്. കുറച്ച് ഓട്ടോറിക്ഷകളൊക്കെ ഉണ്ട് ഇവിടെ. അതുപോലെ തന്നെ കന്നഡയാണ് കൂടുതലായിട്ടും ഇവിടെ ബോർഡുകളൊക്കെ കാണുന്നത്. മലയാളവും കാണുന്നുണ്ട്, സംസാരിക്കുന്നതെല്ലാം കന്നഡയാണ്. പക്ഷേ ഞാൻ വന്നത് ഈ കളിയാട്ടം കാണാൻ വേണ്ടി തന്നെ വന്നതാണ്. ഞാൻ കളിയാട്ടം കണ്ടിട്ടില്ല. അപ്പോൾ നമുക്ക് ആ ക്ഷേത്രത്തെ കൊണ്ട് നല്ല ഭംഗിയായി അലങ്കരിച്ച ഒരു കമാനമാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇടുക്കി ജില്ലയിലൊക്കെ സാധാരണഗതിയിൽ കളിയാട്ടത്തെക്കുറിച്ചൊന്നും അത്ര വലിയ അറിവൊന്നുമില്ല. പക്ഷെ നമ്മൾ വടക്കൻ ജില്ലകളിലേക്ക് വരുമ്പോൾ നല്ല ഏറ്റവും പേര് കേട്ട ഉത്സവങ്ങളിലൊന്നാണ് ഈ കളിയാട്ടം, അതുപോലെ തന്നെ തെയ്യം. അപ്പോൾ തെയ്യം കാണാൻ വേണ്ടിയാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. നമുക്ക് ഇതിലെ നേരെ അമ്പലത്തിലേക്ക് ഇറങ്ങി പോവാം. അപ്പോൾ നമ്മൾ ഈ കാണുന്നൊരു കമാനം കണ്ടു. ഇപ്പോൾ വ്യത്യസ്തമായൊരു കമാനമാണിത്. തെങ്ങിൻ്റെ ഓല കൊണ്ട് മെടഞ്ഞുണ്ടാക്കിയിരിക്കുന്നത്. നമ്മുടെയൊക്കെ നാട്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ കൃത്രിമമായിട്ടുണ്ടാക്കുന്ന അലങ്കാരങ്ങളാണെങ്കിൽ ഇവിടെ പ്രകൃതിദത്തമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ കൊണ്ട് തന്നെ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു കമാനമാണ്. ഇത് തന്നെ ഒരു നല്ലൊരു ഭംഗിയുണ്ട് കാണാൻ. വളരെ പേര് കേട്ട ഒരു അമ്പലമാണ്, നല്ല തിരക്കുള്ളൊരു അമ്പലമൊക്കെയാണ്. ഒരുപാട് ആളുകൾ ഈ കളിയാട്ടം കാണാൻ വേണ്ടി ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ ആ കാണുന്ന സ്ഥലത്തേക്കാണ് നമുക്ക് പോകേണ്ടത്. അപ്പോൾ ആ കാണുന്ന സ്ഥലമൊക്കെ ഒരു ഫോറസ്റ്റ് ഏരിയയാണ്. എന്നാലും ഒരു ഗ്രാമഭംഗിയാണ് കൂടുതലായിട്ട് ഇവിടെ ഉള്ളത്. നല്ല ചെങ്കല്ലുകൾ ഇഷ്ടം പോലെ വെട്ടിവെച്ചിട്ടുണ്ട്. ആ സൈഡിൽ കൂടെയൊക്കെ ചെങ്കല്ലാണ് കൂടുതലായിട്ട് ഇവിടെ നിർമ്മാണ പ്രവർത്തനമൊക്കെ ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് അതും കൂടി ഒന്ന് പറയാം. അപ്പോൾ നമുക്ക് ആ ക്ഷേത്രത്തിലേക്ക് ഇറങ്ങി പോകുന്ന വഴിയാണ്, അങ്ങ് നടന്ന് ചെല്ലാം. ഇപ്പോൾ നമ്മൾ ആ വഴിയിൽ നിന്ന് പയ്യെ ഇങ്ങനെ താഴോട്ട് ഇറങ്ങി വരുമ്പോൾ ആ കാണുന്നുണ്ട് നല്ല മനോഹരമായ പാടങ്ങളൊക്കെ ഉണ്ട്. നല്ല ഭംഗിയുള്ള പാടം, ഒരു ഗ്രൗണ്ട് ഇവിടെ പ്രത്യേകം സജ്ജീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്നാണ് നമുക്ക് ആ കാണുന്ന സ്ഥലത്ത് നിന്ന് ഇങ്ങനെ അങ്ങ് നടന്ന് നമുക്ക് ആ അമ്പലത്തിലേക്ക് ചെല്ലാം. അപ്പോൾ കൊയ്തൊഴിഞ്ഞ പാടമാണെങ്കിലും ഇവിടെ ഫുട്ബോൾ കളിക്കുന്നുണ്ട്. അതിനുള്ള നെറ്റൊക്കെ കെട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കാനത്തൂർ നാൽവർ ദേവസ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. ഇതൊരു ദേവസ്ഥാനം എന്ന് പറയുമ്പോൾ 4 തെയ്യങ്ങളുടെ സംഗമമാണ് ഈ നാൽവർ സംഘം എന്ന് പറയുന്നത്. ഇപ്പോൾ ക്ഷേത്രനടയിൽ ഒരു പ്രത്യേക സ്ഥലമുണ്ട്. അവിടെ അതിൻ്റെ ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പഞ്ചിരുളി തെയ്യത്തിൻ്റെ ഒരുക്കമാണ് നടക്കുന്നത്. ഇനി ചാമുണ്ടി, രക്തചാമുണ്ടി, വിഷ്ണുമൂർത്തി എന്നിങ്ങനെ 3-4 തെയ്യം കൂടി വരാനുണ്ട്. 3-4 ദിവസമായിട്ടാണ് ആ തെയ്യം അരങ്ങേറുന്നത്. പ്രകൃതിയാലുള്ള ചായങ്ങൾ കൊണ്ട് തന്നെയാണ് ഈ കോലങ്ങൾ എഴുതുന്നത്, മുഖത്ത് ചായമിടുന്നത്. അതുപോലെ തന്നെ വളരെ വിലയേറിയ ആടയാഭരണങ്ങളാണ് ആ തെയ്യം ധരിക്കുന്നത്. ഇദ്ദേഹം ഇവിടുത്തെ ആസ്ഥാന തെയ്യം കലാകാരനാണ്. ഈ കൊട്ടാരം അദ്ദേഹത്തെ അംഗീകരിച്ച് കാപ്പ് കൊടുത്ത ഒരു വ്യക്തിയാണ്. നല്ല തെയ്യാട്ടം ആടുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. ഒരു 3 മണിക്കൂർ നേരത്തെ ഒരുക്കങ്ങൾക്ക് ശേഷമാണ് തെയ്യം ആടാൻ തുടങ്ങുന്നത്. വൈകുന്നേരം 7 മണിക്ക് തുടങ്ങുന്ന തെയ്യം ഏകദേശം ഒരു രാത്രി 1:30 വരെയുള്ള ചടങ്ങുകളാണ്. വിവിധ ചടങ്ങുകളാണ് നടക്കാനുള്ളത്. അതിനകത്ത് പ്രേതമൊഴിപ്പിക്കൽ മുതൽ അനുഗ്രഹം കൊടുക്കൽ, കാണിക്ക അർപ്പിക്കൽ എന്നിങ്ങനെ ഒരുപാട് ചടങ്ങുകൾ നമുക്ക് കാണാനുണ്ട്. ഒരു മനുഷ്യൻ, ഒരു വ്യക്തി, ഒരു സമൂഹത്തിൻ്റെ, ഒരു സംസ്കാരത്തിൻ്റെ ദൈവമായി മാറുന്ന ഒരവസരമാണ് ഇനി നമ്മൾ കാണുന്നത്. അദ്ദേഹത്തിൻ്റെ കൽപ്പനകളാണ് ഇനി മറ്റുള്ളവരെ അനുസരിക്കാൻ പോകുന്നത്. അവിടെ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ നടക്കണം എന്ന കാര്യങ്ങളെല്ലാം അദ്ദേഹം പ്രതിവിധി പറയും. അതുപോലെ അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നിർദ്ദേശിക്കും. അങ്ങനെ ഒരു ദൈവീകമായി നടക്കുന്ന ഒരു ചടങ്ങാണ്. തികച്ചും ദൈവത്തിൻ്റെ പ്രതിപുരുഷനായിട്ടാണ് ഇനി അദ്ദേഹത്തെ നമുക്ക് കാണാൻ സാധിക്കുക. അപ്പോൾ അങ്ങനെയുള്ള ആ വ്യക്തിയുടെ വിശേഷങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം. ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. വെയിറ്റ് ചെയ്യുക. ഗുഡ് ബൈ.